എണ്ണധാതു സമ്പത്ത് കൊള്ളയടിക്കുന്നതിനു വേണ്ടി അമേരിക്ക നടത്തുന്ന അധിനിവേശത്തിന്റെ ഫലമാണ് ഇന്നു കാണുന്ന യുദ്ധങ്ങളെന്നും ഇതിന്റെ കെടുതികൾ ലോകമെമ്പാടുമാണെന്നും സ്വരാജ് പറഞ്ഞു. സാമ്രാജ്യത്വ നയങ്ങൾക്ക് ബദലുയർത്തുന്നതും സാമൂഹ്യക്ഷേമം പരികൽപ്പന ചെയ്യുന്നതുമായ സംസ്ഥാന സർക്കാരിന്റെ തുടർച്ച ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും സ്വരാജ് പറഞ്ഞു. കടമേരിയിൽ നിർമ്മിച്ച നായനാർ സ്മാരക മന്ദിരം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടണം, ഏർപ്പെടരുത് എന്നെല്ലാം തീരുമാനിക്കുന്ന ശക്തിയായി അമേരിക്ക മാറി. അപ്പോ വർത്തമാനകാല ലോകത്തെ സമാധാനത്തിന്റെ ഭീഷണി മാത്രമല്ല, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്തുന്ന ഏതൊരു മനുഷ്യനും മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് എതിർക്കേണ്ട ആഗോള ശത്രുവായി ഇന്ന് അമേരിക്ക മാറിയിരിക്കുകയാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, കടമേരിയിൽ നിങ്ങൾ അമേരിക്കക്കെതിരെ പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയൊക്കെയുള്ള അല്പബുദ്ധികൾ നമ്മുടെ നാട്ടിലുണ്ട്. കടമേരിയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇറാനിൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന യുദ്ധത്തിനെതിരെ ആദ്യത്തെ പ്രതിഷേധ പ്രകടനം നടന്ന നാട് ന്യൂയോർക്ക് സിറ്റിയാണ്. അമേരിക്കയുടെ ഹൃദയം. അമേരിക്കയുടെ മണ്ണിൽ അമേരിക്കൻ പൗരന്മാർ ലോക സമാധാനത്തിന്റെ ശത്രുവായി അമേരിക്ക മാറാൻ പാടില്ല. മറ്റു രാജ്യങ്ങളെ കടന്നാക്രമിക്കരുത്, മനുഷ്യരെ കൊല്ലരുത്, ട്രംപേ നീ പ്രസിഡന്റ് അല്ല, നീ യുദ്ധ കുറ്റവാളിയാണ് എന്ന മുദ്രാവാക്യം മുഴക്കുന്നു ആ രാജ്യത്തെ ജനങ്ങൾ. ലോകമെമ്പാടും സമാധാനകാംക്ഷികളായ മനുഷ്യർ ഈ ദിവസങ്ങളിൽ തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നു, യുദ്ധവിരുദ്ധ മുദ്രാവാക്യം മുഴക്കുന്നു. ഇറാനിൽ കൊല്ലപ്പെടുന്ന മനുഷ്യർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതാണ് ലോകം. ആ ആഗോളമായി പടർന്നു കയറുന്ന യുദ്ധവിരുദ്ധ പ്രതിഷേധത്തിന്റെ ചെങ്ങലയിലെ ഒരു കണ്ണിയാണ് നമ്മളെല്ലാവരും. ലോകത്തിൽ സമാധാനകാംക്ഷികളായ മനുഷ്യർ കൈകോർക്കുകയും അവരുടെ പ്രതിഷേധം നാൾക്കുനാൾ ശക്തിപ്പെടുകയും ചെയ്യുമ്പോഴാണ് ലോകത്തിന്റെ മുഴുവൻ വികാരം അമേരിക്കക്കെതിരായി വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്കയ്ക്ക് നിലപാട് തിരുത്തേണ്ടി വരും. ഒരു ഗ്രാമത്തിൽ ഒരു പാർട്ടി ഓഫീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾ പാർട്ടിയിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ തെളിവാണ്, വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ഒപ്പം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഒരാശ്രയ കേന്ദ്രം കൂടിയാണ് പാർട്ടി ഓഫീസ്. അങ്ങനെയാണ് വേണ്ടത്. CPIM-കാരല്ലാത്ത ഈ നാട്ടിലെ ആളുകൾക്കും നിർഭയം കടന്നു വരാൻ കഴിയുന്ന ഒരു ഇടം, അവരുടെ ജീവിതത്തിലെ ആവലാതികൾക്ക് പരിഹാരം തേടാൻ, നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനും കൂട്ടായി തീരുമാനമെടുക്കാനും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എല്ലാം ഏതൊരാൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന, കടന്നു വരാൻ കഴിയുന്ന ഒരിടമായാണ് പാർട്ടി ഓഫീസുകൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഓഫീസുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ ഒരു ഉത്തമ ജനസേവന കേന്ദ്രമാണ് ഒരു പാർട്ടി ഓഫീസ്. കടമേരിയിലെ പാർട്ടി ഓഫീസ് കക്ഷി രാഷ്ട്രീയ പരിഗണനയ്ക്ക് പോലും അതീതമായി നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകൾക്കും എപ്പോഴും കടന്നു വരാൻ കഴിയുന്ന, അവരുടെ ആവലാതികൾക്ക് പരിഹാരം തേടി കടന്നു വരാൻ കഴിയുന്ന ഇടമായി എക്കാലവും നിലകൊള്ളും എന്ന് ഉറപ്പാക്കാൻ ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിന്, സഖാക്കൾക്ക് സാധിക്കണം. CPM വടകര ഏരിയ സെക്രട്ടറി TP ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. KK ദിനേശൻ, MK നാണു, K സോമൻ, BT ബാലൻ മാസ്റ്റർ, KV ജയരാജൻ എന്നിവർ സംസാരിച്ചു. കൺവീനർ CK നാണു സ്വാഗതവും M മോഹനൻ റിപ്പോർട്ടും KV സജേഷ് നന്ദിയും അറിയിച്ചു. GCC കൂട്ടായ്മ വക മരണവീടുകളിലേക്ക് കസേരയും താർപ്പായും സംഭാവനയായി നൽകിയത് KK ദിനേശൻ സ്വീകരിച്ചു. സ്മാരക മന്ദിരത്തിന്റെ ശില്പി ഡോക്ടർ രജിൻ RVയെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ KK ദിനേശൻ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു.